ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് വരട്ടെ, എന്നിട്ടാവാൻ ബാക്കി. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റു. രാവിലെ എന്ന് വെച്ചാൽ നന്ന രാവിലെ ഒന്നല്ല കേട്ടോ. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഫുഡിലേക്കാണ്. ഫുഡെന്ന് വെച്ചാൽ ദോശയും കടലക്കറിയും ആണ്. വലിയ ഈ ഒരു കോമ്പിനേഷൻ അത്ര വലിയ ഇഷ്ടമില്ലെങ്കിൽ കഴിച്ചല്ലേ പറ്റൂ. അതിനിടയിൽ ഒരാൾ കളിക്കുന്നുണ്ട് ഇവിടുന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ പിറക്കിൻ്റെ വീട്ടിൽ ഐറേൻ്റെ വീട്ടിലേക്ക് പോയി. ടി വി കാണാനാണ്. എൻ്റെ വീട്ടിൽ ടി വി ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. അവളുടെ ടി വിയിൽ യൂട്യൂബ് കിട്ടും, എൻ്റെ ടി വിയിൽ യൂട്യൂബ് കിട്ടില്ല. സോ അവൾ യൂട്യൂബ് കാണണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി അങ്ങോട്ട് പോയി. അവർ യൂട്യൂബ് നോക്കി ചിത്രം വരയ്ക്കുന്ന ഉണ്ടായത്. അങ്ങനെ അവർ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഫോൺ നോക്കിയിരിക്കുന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അവർ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ അവർ ലൈമൊക്കെ ആക്കി കുടിച്ച് എനിക്കൊരു ഗ്ലാസ് തന്നിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ഞാൻ കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. എൻ്റെ അമ്മയാണ് അവൾക്ക് വാരി കൊടുക്കുന്നത്. എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റു ഫീലിംഗ് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ലൂസിഫർ സിനിമ കണ്ടു. എമ്പുരാൻക്കാണെങ്കിൽ ലൂസിഫർ കാണണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചു. ഇപ്പോൾ അല്ല, കുറച്ച് സമയമായി ഫുഡ് കഴിച്ചിട്ട്. ഒരു 5:30 ആയിട്ടുണ്ടാവും ഫുഡ് കഴിക്കാൻ. നല്ല ലേറ്റായി. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് സമയം പോയത് ഞാൻ അറിഞ്ഞേ ഇല്ല. അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ നാളെ ഞാൻ ടൂറ് പോവാണ്. അപ്പം അതിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്നൊരു മിനി വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അല്ല, ഒരു വ്ളോഗ് തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. ഇങ്ങനെയൊക്കെ പോയി. ഞാൻ പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് മടി പിടിച്ചു ഗൈസ്. അതുകൊണ്ട് എവിടെയും പോയില്ല. അതുകൊണ്ട് വീഡിയോസിൻ്റെ ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എടുത്തു വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രവീണിൻ്റെ വീഡിയോ കണ്ടു. ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അപ്പോഴേക്കാണ് എൻ്റെ ഫോണിന് എന്തോ സംഭവിച്ചു. ഞാൻ വോയിസ് ഓവർ കൊടുത്തതായിരുന്നില്ല. ഫാനിൻ്റെ ഒച്ച കാരണം ഒന്നും കേൾക്കുന്നില്ല. സംഭവം എന്താണെന്നറിയില്ല. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോഴേക്ക് എൻ്റെ ഫോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതായി. എന്തോ ഭയങ്കര ഹോട്ടായതുകൊണ്ടാണ് എന്നാണ് പറയുന്നതെങ്കിലും അന്നേരം വലിയ ഹോട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നോക്കുമ്പം അത് ശരിയായി. എന്താണോ ആവോ. അത് കാണിച്ചു തരാനാണ് ഇത് ഞാൻ ഈ ഫോൺ ഓൺ ചെയ്തത്. അപ്പോഴേക്ക് ഈ ഫോൺ കറക്റ്റായി ഓണായി. ഇപ്പം ഈ ഫോണിൽ ചൂടായി എന്തോ. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുളിക്കണം. ഞാനേ പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ. ചേട്ടൻ്റെ വീഡിയോ കണ്ടാൽ അനിയൻ്റെ വീഡിയോ കാണണം എന്നാണല്ലോ, അതുകൊണ്ട് അനിയൻ്റെ വീഡിയോ കൂടി കണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചു, ഡ്രസ്സൊക്കെ മാറ്റി. ഇനി എനിക്ക് എൻ്റെ മുടി ഒന്ന് വാരണം. മുടി ആകെ കൂടെ കോലം കെട്ടി എടുക്കുകയാണ് ഗൈസ്. എന്താണെന്നറിയില്ല. മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ മുടിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി എനിക്ക് എടുത്തു വെക്കേണ്ട ഒരു കടമയാണ് ഉള്ളത്. അപ്പോൾ അത് ചെയ്യണം. 3 ഡേ ട്രിപ്പാട്ടോ. നാളെ ഉച്ചക്ക് പോകും. ബസ്സിനാണ്, ഫാമിലി ട്രിപ്പാണ്. പിന്നെ സൺഡേ നൈറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെയാണ്.
അപ്പോൾ എന്താവുമെന്നറിയില്ല. എക്സൈറ്റ്മെൻറ്റ് ആണ്, പക്ഷെ അങ്ങനെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ എന്താവുമെന്ന് കണ്ടറിയാം നമുക്ക്. എത്രത്തോളം വീഡിയോ ടൂറ് പോകുന്നത് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴേ പറയാൻ പറ്റില്ല. അത് അന്നേരത്തെ ഒരു ഇതുപോലെ എനിക്ക് എടുക്കണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. നോക്കാം നമുക്ക്. അവിടെ എത്തുന്നവരെയുള്ള ആ ഒരു ഇതൊക്കെ ഞാൻ എടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എടുക്കാം. ഡ്രസ്സിൻ്റെതൊക്കെ എടുത്തോക്കട്ടെ. ഇത്രയും ഡ്രസ്സസ്സാണ് എനിക്ക് എടുക്കാനുള്ളത്. ഇനി ഇതിൽ കുറച്ച് അയൺ ചെയ്യാനുണ്ട്, അങ്ങനെ അത് ചെയ്യണം. പിന്നെ എൻ്റെ ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്ന് പറയാനൊന്നുമില്ല, ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കൊക്കെ ഉള്ളൂ. ഇതന്നെയാണ് എൻ്റെ ബ്യൂട്ടി പ്രൊഡക്റ്റ്. അപ്പം അതെടുക്കണം. വേറെ ഒന്നുമില്ല ഗൈസ്. ഇനി ഞാൻ ഡ്രസ്സൊക്കെ മടക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഇതാ നമ്മളെ പെട്ടി. പിന്നെ ഈ ഒരു കുഞ്ഞ് ബാഗ്, ഇതിൽ എന്താണുള്ള ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതാണ് ഡ്രസ്സൊക്കെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാം പാക്കെല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.